വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന വിഷു മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ എരിത്തേങ്ങ സമർപ്പണം ഭക്തി നിർഭരമായി. മധുരാപുരി കത്തിയമർന്നതിന്റെ പ്രതീകമായാണ് ചടങ്ങ് നടത്തുന്നത്. വാദ്യഘോഷങ്ങൾ, മുത്തുകുടകൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ നടന്ന താലപ്പൊലികളിൽ നൂറുകണക്കിന് വനിതകൾ അണിനിരന്നു. വൈക്കം മഹാദേവ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ എരിത്തേങ്ങ സമർപ്പണമാണ് ഭക്തി നിർഭരമായി നടത്തിയത്. കണ്ണകി ദേവിയായും വൈക്കത്തപ്പന്റെ പുത്രിഭാവത്തിലുമാണ് മൂത്തേടത്തുകാവിലെ പ്രതിഷ്ഠയെന്നാണ് സങ്കല്പം. ഉത്സവത്തിന് ചാരുത പകർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗരുഡൻ തൂക്കമെത്തി. വാദ്യഘോഷങ്ങൾ, മുത്തുകുടകൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ നടന്ന താലപ്പൊലികളിൽ നൂറുകണക്കിന് വനിതകൾ അണിനിരന്നു. രാത്രി 12-ന് നടന്ന അരിയേറോടെ ഉത്സവത്തിന് സമാപനമായി. ക്ഷേത്രം ഊരായ്മ ഇണ്ടുംതുരുത്തിമന നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര കാര്യദർശി വി ഹരിഹരൻ നമ്പൂതിരി, എ വി വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയവർ ഉത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാവിലെ 4 മണിക്ക് തന്നെ നട തുറന്ന് ഇന്നലത്തെ തൂക്കം സംബന്ധിച്ചുള്ള വിശേഷ പുണ്യാഹവും ഇന്നലത്തെ അത്താഴപൂജ അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ശേഷം അതിനുശേഷം വീണ്ടും നട തുറന്ന് രാവിലത്തെ പുണ്യാഹത്തോടുകൂടി പൂജ ആരംഭിക്കുന്നു. ഉച്ചപൂജ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതിയുടെ കൈനീട്ടം എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് എരിത്തേങ്ങ എത്തിക്കുക എന്ന ചടങ്ങ് നടക്കുന്നത്. കണ്ണകി ഗോപുരം സങ്കല്പത്തിലുള്ള മധുരാപുരി നശിപ്പിക്കുന്നു, അത് അഗ്നിക്കിരയാക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ നാളികേരം മുഴുവൻ കത്തിക്കുന്നത്. അതിനുശേഷം അത്താഴപൂജയും തെക്കുറത്ത് പൂജയും തീയാട്ടും നടക്കുന്നു. തീയാട്ടിന് ശേഷം തീയാട്ടുണ്ണിയും മുമ്പ് വെളിച്ചപ്പാടുള്ളപ്പോൾ വെളിച്ചപ്പാടും വഴി ദേവിയുടെ ആവേശം കയറി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് നടക്കിലേക്ക് അരി മുദ്രദശ എറിയുന്നു. ന്യൂസ് ബ്യൂറോ, വൈക്കം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.